നടക്കുന്നതിനിടെ വീണ് സലീം കുമാർ, സഹായിച്ചയാളുടെ കൈ തട്ടിമാറ്റി. മലയാളികളുടെ പ്രിയ നടനാണ് സലീം കുമാർ. വർഷങ്ങളായി മലയാളികളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും സലീം കുമാർ എന്ന പ്രതിഭ സിനിമയിലുണ്ട്. ഹാസ്യതാരമായി സിനിമയിലേക്കെത്തിയ നടൻ പിന്നീട് സ്വഭാവ നടനായും നായകനുമായെല്ലാം അഭിനയിച്ച് വിസ്മയിപ്പിക്കുകയും ദേശീയ തലത്തിൽ വരെ അംഗീകാരങ്ങൾ നേടുകയും ചെയ്തു. ഇപ്പോൾ ഇതാ സലീം കുമാറിന്റെ പുതിയൊരു വീഡിയോ ആണ് വൈറലാകുന്നത്. സ്കൂൾ പ്രവേശനോത്സവത്തിൽ അതിഥിയായി പങ്കെടുക്കാനെത്തിയതായിരുന്നു താരം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നടക്കാനും മറ്റും ചില അവശതകൾ നടൻ നേരിടുന്നുണ്ട്. വാഹനത്തിൽ നിന്നും ഇറങ്ങിയത് പോലും സ്വീകരിക്കാനെത്തിയവരുടെ സഹായത്തോടെയായിരുന്നു. ശേഷം പരിപാടി നടക്കുന്ന വേദിയിലേക്ക് നടക്കവേ കാലുകൾ തളർന്ന് നടൻ വീണു. സഹായി കയ്യിൽ പിടിച്ചിരുന്നുവെങ്കിലും ബാലൻസ് ചെയ്യാനാവാതെ സലീം കുമാർ വീണു. ശേഷം 3-4 പേർ എത്തിയാണ് നടനെ താങ്ങി എഴുന്നേൽപ്പിച്ചത്. ശേഷം 2-3 പേരുടെ സഹായത്തോടെയാണ് നടൻ നടന്നത്. അതിനിടയിൽ താങ്ങി ഉയർത്തിയ ഒരാളുടെ കൈ നടൻ തട്ടിമാറ്റുകയും ചെയ്തിരുന്നു. അല്പം രോഷത്തോടെയാണ് കൈ തട്ടിമാറ്റിയതെന്ന് വീഡിയോയിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ വൈറലായതോടെ വിമർശിച്ച് അടക്കമുള്ള കമന്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അവശതയിലായിട്ടും എന്തുകൊണ്ട് വിശ്രമിക്കാതെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നുവെന്നാണ് ചിലർ കമന്റിലൂടെ ചോദിച്ചത്. ഇത്ര വയ്യാത്തയാളെ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടിക്കുന്നത്? റെസ്റ്റ് എടുക്കുക. ആരോഗ്യം തിരികെ വന്ന ശേഷം മാത്രം ഇത്തരം ചടങ്ങുകൾ സംബന്ധിക്കുന്നതല്ലേ നല്ലത് എന്നായിരുന്നു ചില കമന്റുകൾ. ശരിയാണ്, സുഖമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വലത്തെ കൈയിൽ പിടിച്ച ആ മനുഷ്യനോട് കാണിക്കുന്ന വെറുപ്പ് കണ്ടില്ലേ? ധാർഷ്ട്യം. താഴെ വീണപ്പോൾ പൊക്കിയെടുത്തത് ആ മനുഷ്യനും കൂടിയാണ്. പിന്നെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ വലത്ത് കൈ ധാർഷ്ട്യത്തോടെ വലിച്ചു മാറ്റുന്നു. അഹങ്കാരം എന്നിട്ടും മാറിയില്ല. കഷ്ടം എന്നിങ്ങനെയാണ് കമന്റുകൾ. അതേസമയം നടൻ അഹങ്കാരം കൊണ്ടല്ല, രോഗം മൂലമുള്ള അവശതയും അസ്വസ്ഥതയും കാരണമാണ് അങ്ങനെ പെരുമാറിയത് എന്നായിരുന്നു മറ്റു ചിലർ കുറിച്ചത്. പ്രായം കൂടിയ രോഗിയായ ശാരീരിക അവശതയുള്ള ഒരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റാതെ പ്രതികരിക്കുന്നവർക്ക് ഈ അവസ്ഥ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. വയസ്സായ ആളാണ്, പ്രഷർ ഉള്ളയാളാണ്, അവരുടെ പ്രതികരണം അതുപോലെ തന്നെയാകും. താഴെ വീണുപോയതിൻ്റെ വിഷമവും ഒക്കെയാണ് അങ്ങേര് കാണിക്കുന്നത്. ചെറുപ്പക്കാരെ പോലെ ചുറുചുറുക്ക് അങ്ങേരിൽ പ്രതീക്ഷിക്കരുത്. വെയ്യെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ എന്ന് പറയുന്നവരോട് അയാൾക്ക് അങ്ങനെ മൂടിപ്പുതച്ച് വീട്ടിലെ റൂമിൽ കിടക്കാൻ താല്പര്യമില്ലായിരിക്കും. ചിലപ്പോൾ വീഴും. ഇതൊക്കെ വയസ്സാകുമ്പോൾ എല്ലാവർക്കും സാധാരണമാണ് എന്നിങ്ങനെയാണ് അനുകൂലിച്ചു വരുന്ന കമന്റുകൾ.